ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. കർഷകർ ഫോണിലൂടെ ഉന്നയിച്ച സംശയങ്ങൾക്ക് കാന്തല്ലൂർ കൃഷി ഓഫീസർ ഡോക്ടർ ഗൗതം സുരേഷ് നൽകിയ മറുപടി കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഗൗതം സുരേഷ്, കാന്തല്ലൂർ കൃഷി ഓഫീസറാണ്. ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ആധുനിക പച്ചക്കറി കൃഷി, സംശയങ്ങളും സാധ്യതകളും. പരമ്പരാഗതമായ കൃഷി മാതൃകകൾ മറികടന്ന് സാങ്കേതിക വിദ്യ, നൂതന കൃഷിരീതികൾ, സുസ്ഥിരത എന്നിവയെ അടിസ്ഥാനമാക്കിയ കൃഷിരീതിയെയാണ് ആധുനിക കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, വിഭവങ്ങളുടെ കുറവ്, കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷാമം തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾക്ക് മുന്നിൽ കൃഷി ലാഭകരമാക്കുവാനുള്ള ഒരു പോംവഴി കൂടിയാണ് ആധുനിക കൃഷി. അതിൽ കൃത്യതാ കൃഷിയാണ് കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത്. വേണ്ടത് വേണ്ടത്ര, വേണ്ടിടത്ത്, വേണ്ട സമയത്ത് നൽകിക്കൊണ്ടുള്ള ഒരു കൃഷിരീതിയാണിത്. സൂക്ഷ്മ ജലസേചനം, വളസേചനം, പ്ലാസ്റ്റിക് പുതയിടൽ, വിള ക്രമീകരണം, സംയോജിത കീട രോഗനിയന്ത്രണം ഒക്കെയാണ് കൃത്യതാ കൃഷിയുടെ ഘടകങ്ങൾ. ഇതുകൂടാതെ ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ്, അക്വാപോണിക്സ്, വെർട്ടിക്കൽ ഫാമിംഗ് തുടങ്ങിയ കൃഷിരീതികൾ കേരളത്തിൽ ചിലയിടത്ത് നടപ്പിലാക്കി വരുന്നു. ഇതും ആധുനിക പച്ചക്കറി കൃഷിയുടെ ഭാഗമാണ്. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. സെബാസ്റ്റ്യൻ, പൂണ്ടിക്കുളം. എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ വണ്ടിപ്പിരാറ്. ശരി, ചോദ്യം ചോദിച്ചോളൂ. ഞങ്ങള് പച്ചക്കറി, എല്ലാ സൈസ് പച്ചക്കറികളും പയറ്, പാവല്, പടവലം, കോല്, മറ്റേ വെണ്ട, എല്ലാ കൂടെ ഉണ്ട്. നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന വെച്ചാൽ ഈ തക്കാളി പെട്ടെന്ന് വാട്ടം വരും. വളർന്ന് കുറച്ച് കായ്ക്കാറാകുമ്പോഴത്തേനും മഞ്ഞളിപ്പും ഉണ്ട്, വാട്ടവും വരുന്നുണ്ട്. വാട്ടവും, അതായത് തക്കാളിയിൽ നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത് തക്കാളി നല്ല ആരോഗ്യത്തിൽ നിൽക്കുകയും പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് വാടിപ്പോവുകയും ചെയ്യുന്ന ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാനസികമായിട്ട് ഭയങ്കര സങ്കടം. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ബാക്ടീരിയൽ വാട്ടമാണ്. അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ മണ്ണുകളെന്ന് പറയുന്നത് അമ്ല സ്വഭാവമുള്ള മണ്ണുകളാണ്, pH കുറച്ച് കുറഞ്ഞ മണ്ണുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ pHൽ ഈ ബാക്ടീരിയകൾക്ക് വളരെ നന്നായിട്ട് വളരാൻ സാധിക്കുന്ന ഒരു pH ആണ്. അപ്പോൾ അങ്ങനെയുള്ള മണ്ണുകളിൽ ഇത് വരികയും നമ്മുടെ തക്കാളിയുടെ വേരിനും ആ തണ്ടിനും ചേർന്ന് വരുന്ന ആ ഭാഗത്തെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ഒരു ബ്രൗൺ നിറത്തിലുള്ള ചെറിയൊരു പാട പോലെ, നമുക്ക് ചെറിയൊരു പാച്ച് പോലെ നമുക്ക് ആ തണ്ടിൽ കാണാൻ കഴിയും. ഇത് മൊത്തമായിട്ട് വാടുന്നതിന് മുമ്പ് ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ഇലകൾ ഒന്ന് വാടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ആയിരുന്നാൽ ആ സമയത്ത് തന്നെ ഇതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കണം. ആ ചെടി രക്ഷപ്പെടുത്തിയില്ലെങ്കിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ബാക്കി ചെടികളെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ തക്കാളി നടുന്നതിന് മുൻപേ തന്നെ നല്ല രീതിയിൽ കുമ്മായ പ്രയോഗം നടത്തിയിരിക്കണം. 1 സെന്റിന് 2 മുതൽ 3 കിലോ എന്ന തോതിലാണ് കുമ്മായം പ്രയോഗിക്കേണ്ടത്. അതിനുശേഷം കുമ്മായം പ്രയോഗിച്ച് ചെറിയൊരു നനവുള്ള മണ്ണ് ഒരു 14 ദിവസം അങ്ങനെ തന്നെ ഇട്ട് അതിനുശേഷം വേണം 1 സെന്റിന് 100 കിലോ എന്നുള്ള രീതിയിൽ ജൈവവളം ചേർക്കാൻ. അതിലായിരിക്കണം ഈ തക്കാളി തൈ നടേണ്ടത്. ഈ തൈകൾ നടുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് ലായനിയിലൊന്ന് മുക്കിയിട്ട് നട്ടാൽ കുറച്ചുകൂടെ അതിന് പ്രതിരോധ ശേഷി ലഭിക്കുന്നതാണ്. അതുപോലെ ഈ അസുഖം വന്നതിന് ശേഷം നമ്മൾ ഈ തണ്ടൊന്ന് വെട്ടി അതിനെ ഒരു മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് മുറിച്ചതിന് ശേഷം നമ്മളത് നല്ല തെളിഞ്ഞ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു പാല് പോലെ ഇങ്ങനെ ഊറി വരുന്നത് കാണാം. അത് ഈ ബാക്ടീരിയൽ രോഗങ്ങളുടെ ഒരു പ്രത്യേകതയാണ്.
ഓ അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതിനെ രക്ഷിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ പോലും ബാക്കിയുള്ള ചെടികളിലേക്കും നമുക്ക് കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു രാസ കീടനാശിനി ഉണ്ട്. അത് ഒരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക. അതോടൊപ്പം തന്നെ 1/2 ഗ്രാം സ്ട്രെപ്റ്റോസൈക്ലിൻ, അതൊരു ആൻറ്റിബയോട്ടിക് ആണ്. നമ്മൾ വിചാരിക്കും ഒരു 1/2 ഗ്രാം മതിയാകുമോ? 1/2 ഗ്രാം മതിയാകും. അതൊരു ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് തന്നെ വളരെ ചെറിയ അളവിൽ മതിയാകും. അതുകൂടെ ഇതോടൊപ്പം ചേർത്തിട്ട് രണ്ടും കൂടെ കലക്കി ഈ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. രോഗം വരാത്ത ചെടികൾക്കും ഒഴിക്കാം, കാരണം അതിലേക്ക് ഇത് പടരാൻ സാധ്യതയുണ്ട്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ചെടികൾ എന്തായാലും നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാം. വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഓക്കെ, നന്ദി. ശരി. ഹലോ സാർ, എന്റെ പേര് അപർണ എന്നാണ്. ഞാൻ അടിമാലിയിൽ നിന്ന് വിളിക്കുകയാണ്. ശരി, പറഞ്ഞോളൂ. ഓക്കെ സാർ, ഹോർമോൺ പ്രയോഗം പച്ചക്കറി കൃഷി നടത്തുമ്പോൾ എന്തെങ്കിലും ദോഷം ഉണ്ടാക്കുന്നുണ്ടോ? നമ്മുടെ ഈ ഹോർമോൺ എന്ന് പറയുന്നത് പച്ചക്കറികളിൽ ഉപയോഗിക്കുമ്പോൾ, പച്ചക്കറികളിലല്ല പൊതുവെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ അതിനെപ്പറ്റി വളരെയധികം ആശങ്കകളും ചർച്ചകളും ഒക്കെ വരുന്നൊരു സംഭവമാണ്. അതിൽ ചെടികളിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹോർമോൺ എന്നത്. ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളായിട്ട് വരുന്നത് ഓക്സിൻ, ജിബർലിൻ, സൈറ്റോകൈൻ പോലുള്ള പല ഹോർമോണുകൾ ചെടികൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഈ പൂക്കാനും കായ്ക്കാനും പഴുക്കാനും ഒക്കെ ഈ ഹോർമോണുകൾ പല അവസ്ഥയിലും ചെടിക്ക് വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്രിമമായി ഇവ കൊടുക്കുന്നത് വഴി നമുക്ക് പല ഗുണങ്ങളും നമുക്ക് ഉണ്ട്. അത് പല പരീക്ഷണങ്ങളിലൂടെയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിനായി നമ്മളൊരു കളനാശിനി 2,4-D എന്ന് പറയുന്നൊരു കളനാശിനി നമ്മൾ നെല്ലിലും ബാക്കി വിളകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ 2,4-D 2 ppm എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവാണ്. അതായത് 2 മില്ലിഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാലാണ് 2 ppm കിട്ടുന്നത്. അങ്ങനെ 2 ppm 2,4-D നമ്മൾ തക്കാളിയിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തക്കാളിയുടെ കായ് പിടിക്കാനും പഴങ്ങൾ ഒരേ സമയം പഴുക്കാനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ടിബ എന്ന് പറയുന്ന വേറൊരു ഹോർമോണുണ്ട്, ട്രൈ അയഡോ ബെൻസോയിക് ആസിഡ്. അത് 25 മുതൽ 250 ppm അളവിൽ തണ്ണിമത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ പെൺപൂക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളരിയിൽ നാഫ്തലിൻ അസറ്റിക് ആസിഡ് NAA എന്നാണ് അതിൻ്റെ പേര്. അതൊരു 100 ppm ഉപയോഗിച്ചാൽ പെൺപൂക്കൾ വർദ്ധിക്കുന്നതായി കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ കാന്തല്ലൂർ അതുപോലെ വട്ടവട സ്ഥലങ്ങളിലൊക്കെ ഈ സവാള കൃഷി നടത്തുന്നുണ്ട്. അത് മുളയ്ക്കാതെ ഇരിക്കാൻ, ആ വിളവെടുപ്പിന് ശേഷം മുളയ്ക്കാതെ ഇരിക്കാൻ ഈ വിളവെടുപ്പിന് ഒരു 15 ദിവസം മുൻപ് നമ്മൾ മാലിക് ഹൈഡ്രസൈഡ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ 250 ppm എന്ന അളവിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുമ്പോൾ ഈ സവാള മുളയ്ക്കാതെ ഇരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ നമുക്ക് ഇത് വളരെ ചെറിയ അളവിലാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല അത് വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്യുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് മനുഷ്യന് ഹാനികരമല്ല പൊതുവെ. അതുപോലെ തന്നെ നമ്മളിത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലും കയ്യിലും ഒന്നും ആകാതെ ശ്രദ്ധിച്ചാൽ മതിയാകും. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല സാർ, ഇല്ല. താങ്ക് യു. ശരി, താങ്ക് യു. നമ്മുടെ പച്ചക്കറി കൃഷിയിലെ ആധുനിക പച്ചക്കറി കൃഷി എന്നതായിരുന്നു നമ്മുടെ വിഷയം. അപ്പോൾ അതിൽ തന്നെ നമുക്കിപ്പോൾ മനസ്സിലായി കാണും നമ്മുടെ മണ്ണിൻ്റെ പരിപാലനം. മണ്ണെന്ന് പറയുന്നത് നമ്മൾ ഒരു പിടി മണ്ണെടുത്ത് കഴിഞ്ഞാൽ അത് ആമസോൺ കാടുകളിലുള്ളതിനേക്കാൾ ബയോഡൈവേഴ്സിറ്റി ആ ഒരു പിടി മണ്ണിൽ കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ മണ്ണിനെ ഏറ്റവും നന്നായി നമ്മൾ പരിപാലിക്കുക. അതിനായി ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ കേരളത്തിലെ മണ്ണുകളിൽ 5 മൂലകങ്ങളാണ് കുറവായി കാണുന്നത്. പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, ബോറോൺ, സൾഫർ. ഇത്രയും മൂലകങ്ങൾ വളരെ കുറവായാണ് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി സൂക്ഷ്മമൂലക കൂട്ടായ സമ്പൂർണ്ണ പോലുള്ള സൂക്ഷ്മമൂലക കൂട്ടുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിസിഷൻ ഫാമിങ്ങിൽ ഉപയോഗിച്ച് വരുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പുതയിടലൊക്കെ. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷനായിട്ട് നമുക്ക് ഏകദേശം 50 സെൻറ്റിൽ ഏകദേശം 20-25,000 രൂപ ചിലവിൽ നമുക്കത് ചെയ്യാൻ കഴിയും.
ഈ മൾച്ചിങ് ഷീറ്റിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് ജലനഷ്ടം കുറയ്ക്കുന്നത് മാത്രമല്ല, മണ്ണിൻ്റെ താപനില ക്രമീകരിക്കുന്നു, കളകളുടെ വളർച്ച നിയന്ത്രിക്കുന്നു. അതുപോലെ നമുക്ക് വളരെ ക്വാളിറ്റി കൂടിയ പഴങ്ങൾ നമുക്ക് ലഭിക്കുന്നു. കാരണം ഒരു ഉദാഹരണത്തിന് തക്കാളി എടുത്തു കഴിഞ്ഞാൽ അത് മണ്ണിനോട് സമ്പർക്കം വരാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി കൂടുന്നു, അതിന് ബാക്കി വേറെ രോഗങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ കൃത്യത കൃഷിയിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, ഏറ്റവും മികച്ച വിത്തുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഏറ്റവും മികച്ച വിത്തുകൾ ഏറ്റവും മികച്ച സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വാങ്ങണം. പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികളിൽ നിന്നായിരുന്നാലും ഏറ്റവും മികച്ച ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് 15 മുതൽ 30% വരെ അധിക വിളവ് നൽകാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, പോളി ഹൗസ് കൃഷി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പ്രചാരണം നേടിയിട്ടുണ്ട്. എന്നാൽ പോലും നമ്മുടെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ പോളി ഹൗസുകൾക്കുള്ളിൽ ചൂട് ചില സമയങ്ങളിൽ 40-45 ഡിഗ്രി വരെ എത്താൻ സാധ്യതയുണ്ട്. ആ താപനില നമ്മുടെ പല ചെടികൾക്കും താങ്ങാൻ സാധിക്കുന്നതല്ല. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും മികച്ചത്, പോളി ഹൗസുകളേക്കാൾ മികച്ചത് മഴമറകളാണ്. മഴമറകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ സ്ഥാപിക്കാവുന്നതാണ്. മുള കൊണ്ട് അല്ലെങ്കിൽ കവുങ്ങിൻ്റെ തണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. അതിൽ UV സ്റ്റെബിലൈസ്ഡ് പോളിത്തീൻ ഷീറ്റുകൾ. എന്തുകൊണ്ട് UV സ്റ്റെബിലൈസ്ഡ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, UV സ്റ്റെബിലൈസ്ഡ് ആകുമ്പോൾ സൂര്യൻ്റെ പ്രകാശമേറ്റ് ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. UV സ്റ്റെബിലൈസ്ഡിലാണെങ്കിൽ അത്ര പെട്ടെന്ന് പ്രശ്നങ്ങൾ വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള മഴമറകൾ വെക്കുന്നത് വഴി നമുക്ക് വളരെ മികച്ച രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്കിന്ന് മാറി വരുന്ന കാലാവസ്ഥയോട് പൊരുതി ജയിക്കുവാനോ കൂടുതൽ കൃഷിസ്ഥലം കണ്ടെത്തുവാനോ ഒന്നും കഴിയുന്നില്ല. അങ്ങനെയുള്ളൊരു നിലയിൽ ഇതുപോലെ ആധുനിക കൃഷി രീതികൾ എന്നും നമ്മുടെ കൃഷിയെ വളരെ നല്ല രീതിയിൽ ലാഭകരമാക്കാൻ സാധിക്കുന്ന ഒന്നാക്കി മാറ്റുമെന്നതിൽ സംശയമില്ല. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए, कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए, कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। ഹലോ, നമസ്കാരം. ഹലോ സാറേ, ഞാൻ ചേരച്ചോട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് പേര് പറയാമോ? ജോർജ് വെട്ടിക്കുഴി എന്ന് പറയും. ശരി, ചോദിച്ചോളൂ ചോദ്യം. ഞാൻ എനിക്ക് വഴുതന കൃഷിയും പച്ചമുളക് കൃഷിയാണുള്ളത്. ശരി. ഇതിന്റെ ഈ ഇലയെല്ലാം ഇതിപ്പോ ഇങ്ങനെ ചുരുണ്ട് വരുക, അതിന്റെ കൂമ്പ് മരുന്നടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല, ചുരുണ്ട് ഇങ്ങനെ വരുക. വഴുതനയും പച്ചമുളകുമാണല്ലേ ഉള്ളത്? പച്ചമുളകും ഉണ്ട്, ഈ എന്താ പാവലും ഉണ്ട്. ഇതിന്റെ ഇല ഇങ്ങനെ ചുരുണ്ട് വരുന്നു, മരുന്നടിച്ചിട്ടൊന്നും അങ്ങനെ കേൾക്കുന്നില്ല. അത് ഞാൻ വരുന്നത് ഈ ജൈവ സോപ്പും അത് ഈ പുകയില കഷായം ഒക്കെ കൂട്ടിയാണ് അടിക്കുന്നത്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു, ഈ പുകയില കഷായം നമുക്ക് ഇപ്പോൾ ജൈവ കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ല. കാരണം അതിൽ നിക്കോട്ടിൻ ഉള്ളത് കൊണ്ട് അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അല്ലെങ്കിൽ വേപ്പെണ്ണ എമൽഷൻ, വെളുത്തുള്ളി മിശ്രിതം, അതായത് 20 ഗ്രാം വെളുത്തുള്ളി, 20 മില്ലി വേപ്പെണ്ണ, 5 ഗ്രാം ബാർ സോപ്പ്, ഇതുപയോഗിച്ച് നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോ വീട്ടാവശ്യത്തിനാണോ അതോ പുറത്ത് ആവശ്യം നമുക്കത് ഉണ്ടാവുകയാണെങ്കിൽ വഴുതനെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ നല്ല കണ്ടീഷൻ ഉണ്ടാക്കി. അപ്പൊ ഞാൻ പുറത്ത് കടയിൽ കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ ഇത് ഇലയെല്ലാം ചുരുണ്ട് ഈ വഴുതന ഇപ്പൊ നട്ടിട്ട് എത്ര നാളായി? ഇപ്പൊ നട്ടിട്ട് കായായി വരുന്നു. പക്ഷെ ഇത് ഇല ഇങ്ങനെ ഈ ചുരുണ്ട് വരുന്നതുകൊണ്ട് ഇലയല്ല, അതിന്റെ കൂമ്പ് ഉണ്ടായി വരുന്ന കൂമ്പ് ഇങ്ങനെ ചുരുണ്ട് വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞതനുസരിച്ച് ഇത് ഏതെങ്കിലും നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അത് ഇലപ്പേനാകാം അല്ലെങ്കിൽ മുഞ്ഞയാകാം,
വെള്ളീച്ചയാകാം. അതിൽ ചെടിയിലൊന്ന് തട്ടുമ്പോൾ വെളുത്ത കളറുള്ള ഈച്ചകൾ പറക്കുന്നുണ്ടോ? ഈച്ച അങ്ങനെ പറക്കുന്നൊന്നുമില്ല. ഞാൻ ഈ ചാര വിടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ചാര വിട്ടിട്ടും അതങ്ങനെ അങ്ങനെ ഈച്ച ഒന്നും പറക്കുന്നില്ല. പക്ഷെ ഇതിങ്ങനെ ഇല ചുരുണ്ട് ഇങ്ങനെ കറുത്ത് ഇങ്ങനെ വരിക. നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ വീട്ടുവളപ്പിലെ പച്ചക്കൃഷിയിൽ പറയാനുള്ളത്, നമ്മൾ ഒരുപാട് ചാരം ഇടണ്ട. ചാരം ഇടുമ്പോൾ ചാരം പൊട്ടാഷിന്റെ ഒരു സ്രോതസ്സാണ് എങ്കിലും ചാരം കൂടുതൽ ഇടുമ്പോൾ നമ്മുടെ മണ്ണിന്റെ pH മാറാനുള്ള സാധ്യതയുണ്ട്. ഉണ്ടല്ലേ? അപ്പം ചാരം വളരെ കുറച്ച് നമ്മൾ നടുന്ന സമയത്ത് കുറച്ചിട്ടാൽ മതി. കുമ്മായ പ്രയോഗമൊക്കെ ചെയ്തായിരുന്നോ ചെടിയിൽ? മണ്ണിൽ മണ്ണിൽ നമ്മുടെ മണ്ണ് ടെസ്റ്റ് ചെയ്യിക്കുക. അതിനുശേഷം പൊതുവേ കേരളത്തിലെ മണ്ണുകൾ അമ്ലത കൂടിയ മണ്ണുകളായതുകൊണ്ട് തന്നെ നമ്മൾ കുമ്മായ പ്രയോഗം നടത്തണം. ഇപ്പൊ ചെടിച്ചട്ടിയിലാണോ തറയിലാണോ നട്ടിരിക്കുന്നത്? തറയിലാണ്. അപ്പോൾ 1 സെന്റിന് 2 മുതൽ 3 കിലോ കുമ്മായം നമ്മുടെ മണ്ണുമായിട്ട് നല്ല മിക്സ് ചെയ്ത് ഒരു 14 ദിവസം ഇട്ടേക്കുക. വേറെ വളങ്ങളൊന്നും ആ സമയത്ത് ചേർക്കണ്ട. ചെറിയൊരു നനവ് വേണം. അതിനുശേഷം നമുക്കൊരു 100 കിലോ ചാണകം ചേർത്ത് കൊടുക്കുക. അതിനുശേഷമായിരിക്കണം നമ്മൾ തൈകൾ നടേണ്ടത്. അപ്പോൾ ഇതിൽ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഒന്ന് വേപ്പെണ്ണ മിശ്രിതം പറഞ്ഞു. രണ്ടാമതായി നമുക്ക് ഇതിൽ ലെക്കാനിസീലിയം ലെക്കാനി എന്നുള്ളൊരു ജൈവ കീടനാശിനിയുണ്ട്. ലെക്കാനിസീലിയം ലെക്കാനി. അത് 20 ജൈവ വളങ്ങൾ കിട്ടുന്ന കടകളിലെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. ലെക്കാനിസീലിയം ലെക്കാനി എന്നാണ് അതിന്റെ പേര്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി വണ്ട് പോലുള്ള ഏതെങ്കിലും ജീവികളാണ് അതിൽ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ അതിൽ ബീവേറിയ ബാസിയാന അത് 20 ഗ്രാം 1 ലിറ്ററിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് ജൈവ രീതിയിൽ നമുക്ക് ഈ ജീവികളെ കൺട്രോൾ ചെയ്യാൻ. ഇത് നമുക്ക് വീട്ടിലേക്കും കൊടുക്കാനുള്ള, അല്ലെങ്കിൽ ഞാനത് എന്തെങ്കിലും ഇത് കീടനാശിനി അടിച്ചേനെ. അതിലെന്തെങ്കിലും പുഴുക്കൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? പുഴുക്കൾ അങ്ങനെയായിട്ടൊന്നും കാണുന്ന രീതി ഇലയങ്ങ് ചുരുണ്ട് പോവുക. എന്നാൽ മഴയത്ത് വലിയ കുഴപ്പമില്ലായിരുന്നു. മഴയായിരുന്നപ്പോ ഇതിപ്പോ കായായി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഈ ചുരുണ്ട്. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ ഒരുവിധം നമുക്കതിനെ രക്ഷിച്ചെടുക്കാൻ കഴിയും. ഇത് ഈ ജീവികളെ കാണുന്നതിന് മുമ്പ് തന്നെ സ്പ്രേ ചെയ്യണം കേട്ടോ. സാറേ. ശരി. ശരി, താങ്ക് യു. ഹലോ, നമസ്കാരം. പേര് പറയാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, പേര് പറയാമോ? എന്റെ സിബിച്ചൻഡോമിനി. സ്ഥലം എവിടെയാ? മഞ്ഞപ്പാറ, നെടുങ്കണ്ടം മഞ്ഞപ്പാറ. ഓ ശരി. ചോദ്യം ചോദിക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ സാറേ, ഈ മഞ്ഞപ്പ് കാണാൻ കാര്യം എന്നാ സാറേ? ഈ പൊടിക്ക് എല്ലാം ഇപ്പൊ ഒരു ഭയങ്കര മഞ്ഞ ബാട്ടോ. ഏത് ചെടിയിലാ പ്രശ്നം കാണുന്നത്? ഏത് ചെടിയിലാ പ്രശ്നം കാണുന്നത്? മൊത്തത്തിൽ കാണുമോ? അല്ല, ഏത് ചെടിയാ വളർത്തുന്നത്? എന്തോ? അല്ല, ഏത് ചെടിയിലാ ഈ പ്രശ്നം കണ്ടുവരുന്നത്? മൊത്തം ഇപ്പം കൊടി പറിക്കാറായപ്പോ മൊത്തം മഞ്ഞപ്പായി. കുരുമുളകിലാണല്ലേ? കുരുമുളകാണല്ലേ? മഞ്ഞളിപ്പ് സാധാരണയായി കണ്ടുവരുന്നത്, ഒന്ന്, അതിന് ഏതെങ്കിലും മൂലകങ്ങളുടെ കുറവ് കാരണം, നൈട്രജൻ്റെ കുറവ് കാരണം പൊതുവേ ഒരു മഞ്ഞളിപ്പ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ കുറവ് വരികയാണെങ്കിൽ നമ്മുടെ ഇലകളിലെ ആ ഞരമ്പുകൾ ഓടുന്ന സ്ഥലത്ത് മഞ്ഞളിപ്പ് കാണാറുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും രോഗമാണെങ്കിലും ഈ മഞ്ഞളിപ്പ് ഉണ്ടാകാം. അതിന് ഒരു കാരണമെന്ന് പറയുന്നത് സ്ലോ വിൽറ്റ് എന്ന് പറയുന്ന രോഗമാണ്. അതിന് കാരണക്കാരനെന്ന് പറയുന്നത് നിമാവിരകളാണ്. അത് മണ്ണിനുള്ളിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. ഈ നിമാവിരകൾ ഈ വേരിനെ ആക്രമിച്ച് ഇതിനെ വെള്ളവും വളങ്ങളും വലിച്ചെടുക്കാനുള്ള അതിൻ്റെ ആ ശേഷിയെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെതിരെ നമുക്ക് ഇപ്പോൾ ജൈവ രീതിയിലാണെങ്കിൽ നമുക്ക് പേസിലോമൈസസ് ലൈലാസിനസ് എന്ന് പറയുന്ന ഒരു കുമിള് നമുക്ക് വാങ്ങാൻ കഴിയും. പേസിലോമൈസസ് ലൈലാസിനസ്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഈ കൊടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഏത് മരുന്നാ സാറേ? അതൊരു ജൈവ കീടനാശിനിയാണ്. പേസിലോമൈസസ് ലൈലാസിനസ്. 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതിയാകും. കർഷകർ ഫോണിലൂടെ ഉന്നയിച്ച സംശയങ്ങൾക്ക് കാന്തല്ലൂർ കൃഷി ഓഫീസർ ഡോക്ടർ ഗൗതം സുരേഷ് മറുപടി നൽകുകയായിരുന്നു കിസാൻ വാണിയിൽ ഇതുവരെ.
പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ജാതിക്കയുടെ വിവിധ ഉപയോഗങ്ങൾ. ജാതിക്ക സാധാരണഗതിയിൽ ഭക്ഷ്യവസ്തുവായും മരുന്നുകളുടെയും സൗന്ദര്യ വസ്തുക്കളുടെയും നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ജാതിക്ക, ജാതിപത്രി ഇവയിൽ നിന്ന് വേർതിരിക്കുന്ന ഒലിയോ റെസിൻ, എസൻഷ്യൽ ഓയിൽ എന്നിവയെല്ലാം ഭക്ഷ്യപാനീയ വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. ജാതിക്കയുടെ കാമ്പ് അരിഞ്ഞെടുത്തതാണ് ഭക്ഷണാവശ്യത്തിനും മറ്റും കൂടുതലായി ഉപയോഗിക്കുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യ, ചൈന, ഇന്ത്യ എന്നിവിടങ്ങളിൽ ഇവ ചെറിയ തോതിൽ വിവിധ വിഭവങ്ങളിൽ ചേർക്കുന്നു. ഡച്ചുകാർ സീസണിങ്ങിനായി ജാതിക്കയും പത്രിയും ഉപയോഗിക്കുന്നത് പതിവാണ്. മാംസവിഭവങ്ങൾ, സൂപ്പുകൾ, സോസുകൾ, ബേക്ക് ചെയ്ത വിഭവങ്ങൾ, മധുരപലഹാരങ്ങൾ, പുഡിംഗ് എന്നിവയ്ക്കൊപ്പവും പച്ചക്കറികളുടെയും മാംസങ്ങളുടെയും സീസണിങ്ങിനും പാൽ ഉൽപ്പന്നങ്ങളിലും ജാതിക്കയോ അവയിൽ നിന്നും വേർതിരിക്കുന്ന ഒലിയോ റെസിനോ ചേർക്കാറുണ്ട്. കായിലെ മാംസളമായ പുറംഭാഗം കാൻഡിയായും അച്ചാറായും ചട്നിയായും ജെല്ലിയായും പൊടിയായുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. ജാതിപത്രി അതേപടിയോ പൊടിയാക്കിയോ ആണ് ഉപയോഗിക്കുന്നത്. പാൽ ഉൽപ്പന്നങ്ങൾക്ക് സുഗന്ധം ലഭിക്കുന്നതിനും സോസേജുകൾ, സൂപ്പ്, അച്ചാർ, കെച്ചപ്പ്, ചട്നി എന്നിവയിലും ജാതിപത്രി ചേർക്കാറുണ്ട്. ജാതിപത്രിയുടെ സവിശേഷമായ സുഗന്ധം മൂലം ഇവ ആഹാര സാധനങ്ങളിലും മദ്യത്തിലും സ്വാദിനായി ചേർക്കുന്നു. ജാതിയെണ്ണ, ജാതിപത്രി തൈലം എന്നിവ സോഫ്റ്റ് ഡ്രിങ്കുകൾ, ക്യാൻ ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, മാംസോൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ആസ്വാദ്യത വരുത്തുന്നതിനായി ചേർക്കുന്നു. മരുന്ന് നിർമ്മാണ രംഗത്ത് ജാതിക്കായും ജാതിപത്രിയും വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. പരമ്പരാഗത ആയുർവേദ മരുന്നുകൾ, ചൈനീസ്, തായ് പാരമ്പര്യ മരുന്നുകൾ എന്നിവയിൽ വീക്കത്തിനെതിരെയും ഉപയോഗിക്കുന്നു. വയറുകടി, വായിലെ കുരുക്കൾ, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കെതിരെ ഇന്തോനേഷ്യയിലും ജാവയിലും ബാലിയിലും ജാതിക്ക ഉപയോഗിച്ചിരുന്നുവെന്ന് എത്തനോ ബൊട്ടാണിക്കൽ പഠനങ്ങൾ പറയുന്നു. അരോമ തെറാപ്പിയിൽ ജാതിയിൽ നിന്നുള്ള എസൻഷ്യൽ ഓയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. മൂത്രസഞ്ചിയുടെയും മൂത്രനാളിയുടെയും വീക്കത്തിനുള്ള ചികിത്സയിൽ ജാതിയെണ്ണ ഉപയോഗിക്കുന്നു. വിശപ്പില്ലായ്മ, വായുക്ഷോഭം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്കെതിരെ ഇവ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. എസൻഷ്യൽ ഓയിലിൽ കാണുന്ന വിവിധ രാസസംയുക്തങ്ങളാണ് വ്യവസായ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നത്. ജാതിയെണ്ണയും ജാതിപത്രി തൈലവും ഏതാണ്ട് സമാനമായ ഗുണങ്ങളുള്ളവയാണ്. ഓയിൻമെൻറ്റായും ഹെയർ ലോഷനായും പ്ലാസ്റ്ററായും ഇവ വിപണനം ചെയ്യപ്പെടുന്നു. ദന്തചികിത്സയിൽ ജാതിപത്രി ഉപയോഗിക്കുന്നുണ്ട്. വാതം, തളർച്ച, ഉളുക്ക് എന്നിവയ്ക്കെതിരെയും ഇവ ഉപയോഗപ്പെടുത്തുന്നു. ജാതിക്കയ്ക്കും ജാതിപത്രിക്കും നിരോക്സീകാരക ഗുണങ്ങളുണ്ട്. ചെറിയ തോതിൽ ജാതിപത്രി തൈലം സുഗന്ധവസ്തുക്കളിലും സോപ്പുകളിലും ഉപയോഗിക്കുന്നു. ജാതിപത്രിയിലെ ലിഗ്നാൻ, മെലാനിൻ ബയോസിന്തസിസിനെ ചെറുക്കുന്നതിനാൽ ത്വക്ക് വെളുക്കുന്നതിന് ഉപയോഗിക്കാൻ കഴിയും. കുമിളുകൾക്കെതിരെ പ്രവർത്തിക്കാൻ ജാതിക്കായ്ക്കും അതിൽ നിന്നുള്ള എണ്ണയ്ക്കും കഴിയുമെന്നതിനാൽ രോഗകാരികളായ പൂപ്പലുകൾക്കെതിരെ ഉപയോഗിക്കുന്നു. ആസ്പർഗില്ലസ്, ഫുസാരിയം, പിത്തിയം എന്നിവയുടെ തന്തുക്കൾ വളരുന്നത് തടയുന്നതിന് ഫലപ്രദമാണ്. വേപ്പിലെ ഉണക്കിന് കാരണമാകുന്ന ഫോമോപ്സിസ് അസാഡിറാക്റ്റ എന്ന രോഗകാരിയെ നിയന്ത്രിക്കുന്നതിന് ജാതിക്ക എണ്ണ ഫലപ്രദമാണ്. ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കാൻ ജാതിക്ക് കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സാൽമോണല്ല, ഷിഗല്ല, സ്യൂഡോമോണാസ്, ബാസിലസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ജാതിയിലെ എസൻഷ്യൽ ഓയിലിന് കഴിയും. വേരുകളിൽ രോഗങ്ങളുണ്ടാക്കുന്ന ചിലതരം വിരകൾക്കെതിരെ ജാതിപത്രിയും ജാതിക്ക എണ്ണയും ഫലപ്രദമാണ്. അതുപോലെ തന്നെ പൊടിച്ചെടുത്ത ജാതിക്കയും ജാതിപത്രിയും ചിലയിനം ഒച്ചുകളെ അകറ്റും. വടക്കേ ഇന്ത്യയിലും മറ്റും വ്യാപകമായി കാണുന്ന ഫാഷിയോലിയാസിസ് എന്ന രോഗം പരത്തുന്ന വിരകളുടെ ഒരു ജീവിതഘട്ടം കഴിച്ചുകൂട്ടുന്ന ലിംനിയ അക്യൂമിനേറ്റ എന്ന ഒച്ചിനെ നശിപ്പിക്കാൻ ജാതിക്കയും ജാതിപത്രിയും പൊടിച്ചത് ഉപയോഗിക്കാറുണ്ട്. ഇതിൽ ജാതിപത്രിയാണ് കൂടുതൽ ഫലപ്രദം. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो,
फसल बीमित रहे। कटाई के बाद भी भाई हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए। एक मौसम एक दर है, सब किसान बीमा कराए। प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी। സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനപങ്കാളിത്തകരുത്തുമായി മുന്നോട്ടെന്നും നീങ്ങുക നാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിന് പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.